നമസ്കാരം. പ്രമുഖ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ LIC റീസെന്റ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സിമന്റ് കമ്പനിയായ ACC ലിമിറ്റഡ് ആണ്. റീസെന്റ് LIC ACC ലിമിറ്റഡിന്റെ 2% സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് വഴി അക്വയർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 10.5% എന്ന അപ്പർ ലിമിറ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ NBCC എന്ന PSU സെക്ടറിലെ ഒരു കമ്പനിയിലും LIC അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. NBCCയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 18 കോടിയിൽ നിന്നും 27 കോടി ഷെയറുകളിലേക്കാണ് LIC ഉയർത്തിയിരിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് അക്വിസിഷൻ വഴിയാണ് LIC ഈ രണ്ട് കമ്പനികളിലും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത്. അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ACC എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. ഒരു വർഷം കൊണ്ട് 15% നെഗറ്റീവ് റിട്ടേണും 6 മാസം കൊണ്ട് 3% നെഗറ്റീവ് റിട്ടേണും കഴിഞ്ഞ 3 മാസം കൊണ്ട് 3% റിട്ടേണുമാണ് 3% പോസിറ്റീവ് റിട്ടേണുമാണ് സ്റ്റോക്ക് നൽകിയത്. NBCCയുടെ പെർഫോമൻസ് നോക്കിയാൽ ഒരു വർഷം കൊണ്ട് 20% റിട്ടേണും 6 മാസം കൊണ്ട് 2% റിട്ടേണും സ്റ്റോക്ക് നൽകി. കഴിഞ്ഞ 3 മാസം കൊണ്ട് 20%-അടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ലോങ് ടൈമിൽ 581% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് NBCC. NBCC എന്ന കമ്പനിയിൽ പ്രമുഖ ഏസ് ഇൻവെസ്റ്ററായ രേഖ ജുൻജുൻവാലയ്ക്കും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റീസെന്റ് 116 രൂപയ്ക്ക് അടുത്തായിട്ടാണ് NBCC എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. NBCC 31,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു നവരത്ന കാറ്റഗറിയിലെ കമ്പനിയാണ്. ROE 25%, ROCE 33%. 2,401 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സിന് 61.75% സ്റ്റേക്ക് ഹോൾഡിംഗ്. FIS തുടർച്ചയായി കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നു. 4% നിന്നും 5.3%-ലേക്ക് FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയപ്പോൾ DIS 9%-ൽ നിന്നും 11%-ലേക്കാണ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത്. NBCC എന്ന സ്റ്റോക്ക് 110-അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 120 സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്നു. 120 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ 130 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ LIC സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റൊരു സ്റ്റോക്ക് വോൾട്ടാസ് ലിമിറ്റഡ് ആണ്. വോൾട്ടാസ് 1374-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്കായി 1859, 52 വീക്കിലോ 1135. വോൾട്ടാസിൽ LIC 2% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് 5%-ന് മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. വോൾട്ടാസും കഴിഞ്ഞ വർഷം അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. Q2 റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 76% ഇടിവ് വരികയും കമ്പനിയുടെ പ്രോഫിറ്റ് 132 കോടിയിൽ നിന്ന് 31 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10% ഇടിഞ്ഞ് 2,619 കോടിയിൽ നിന്നും 2,347 കോടിയിലേക്ക് എത്തി. യൂണിറ്ററി കൂളിംഗ് പ്രൊഡക്റ്റിൽ നിന്നുള്ള റവന്യൂ 23% ഇടിഞ്ഞ് 1,582 നിന്നും 1,215 കോടിയിലേക്ക് എത്തിയതാണ് കമ്പനിയുടെ പെർഫോമൻസ് മോശമായതിന് പിന്നിലെ പ്രധാന കാരണം. അതേസമയം ഗവൺമെന്റ് യൂണിറ്ററി കൂളിംഗ് പ്രൊഡക്റ്റുകൾക്ക് മുകളിലുള്ള GST 28%-ൽ നിന്നും 18%-ലേക്ക് കുറച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെയും റിപ്പോർട്ട് പറയുന്നത്. കൂടാതെ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്ട് ആൻഡ് സർവീസിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂ 9% ഉയരുകയും ചെയ്തു. ഈ ഫാക്ടുകളുടെ പശ്ചാത്തലത്തിൽ വോൾട്ടാസ് എന്ന സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. വോൾട്ടാസിന് 1,250-അടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. 1,374-അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 1,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. മറ്റൊരു സ്റ്റോക്ക് ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ലെൻസ്കാർട്ട് സൊല്യൂഷൻ ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1% ഉയർന്ന് 411 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ലെൻസ്കാർട്ട് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നാളെ പുറത്തുവരും. തിങ്കളാഴ്ച ഈ സ്റ്റോക്കിന്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിൽ മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ജെഫ്രിസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ലെൻസ്കാർട്ട് സൊല്യൂഷൻ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 23% അപ്സൈഡിൽ 500 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ഇന്ന് ജെഫ്രിസിന്റെ ബൈ എന്ന റേറ്റിംഗ് വന്നതിന് ശേഷം സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം വരികയും ചെയ്തു. ആദ്യം തന്നെ ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഈ കമ്പനിയിൽ ബൈ എന്ന റേറ്റിംഗ് നൽകുന്നതിന് പിന്നിലെ ചില റാഷണൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ലെൻസ്കാർട്ട് എന്ന കമ്പനി ഐവെയർ സെഗ്മെന്റിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. $9 ബില്യൺ സൈസുള്ള ഇന്ത്യൻ ഐവെയർ മാർക്കറ്റിന്റെ 5% ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്.
അതുപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻസി, ഫാസ്റ്റർ ഫുൾഫിൽമെന്റ്, സുപ്പീരിയർ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് കമ്പനി മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട്. കൂടാതെ 2025-28 ഫിനാൻഷ്യൽ ഇയറിൽ എബിറ്റയിൽ 50% വളർച്ച വരാൻ സാധ്യതയുണ്ടെന്നാണ് ജെഫ്രീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കമ്പനിക്ക് ഏകദേശം 2100-ലധികം സ്റ്റോർ നെറ്റ്വർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഹയർ സൈഡിലേക്ക് വളരാനുള്ള സബ്സ്റ്റൻഷ്യൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കമ്പനി കൂടിയാണ് ലെൻസ്കാർട്ട്. ലെൻസ്കാർട്ടിന്റെ ക്വാർട്ടർലി റിസൾട്ട് നാളെ പുറത്തു വരും. കമ്പനിയുടെ റവന്യൂവിൽ 44% CAGR കൂടിയുള്ള വളർച്ച വരുന്ന 3 വർഷത്തിൽ ജെഫ്രീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും 500 രൂപയുടെ ടാർഗറ്റ് നൽകുകയും ചെയ്തത്. അതേസമയം ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ സ്റ്റോക്ക് 320 രൂപ വരെ ഇടിയാൻ സാധ്യതയുണ്ടെന്നും ജെഫ്രീസിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ലെൻസ്കാർട്ട് എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്തവർ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നോട്ട് ചെയ്യേണ്ടതാണ്. 500 രൂപയുടെ ടാർഗറ്റ് ഹയർ സൈഡിലേക്കും 320 രൂപയുടെ ടാർഗറ്റ് ഡൗൺ സൈഡിലുമാണ് ജെഫ്രീസ് ലെൻസ്കാർട്ടിന് നൽകിയിരിക്കുന്നത്.